ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളുടെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പോയി കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഒരാളെ കൊണ്ടുവരാൻ പോണ്. അടുത്ത ആൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോണേൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിയാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറേ ദിവസമായി മരം വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നല്ല. സംഭവം എന്ന് വെച്ചാൽ അതിന് മുന്നോടിയായിട്ട് വീട്ടിൽ സംഭവം ചെയ്ത് സോളാർ വെച്ച് കുറച്ച് ദിവസമായി മരമൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് സോളാർ വെച്ചത്. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ ഇങ്ങടേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറുക്കൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഷീറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ട ഷീറ്റ് വർക്ക് ചെയ്യണ്. അങ്ങനെ ഓരോരോ പണിത്തിരക്കിലാണ് ഇപ്പോൾ ഇവിടെ. ഭയങ്കര ഇതാണ്. നമ്മൾ ചില ആൾ വരുന്നതിന് എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയേണ്ടത്. ഇവിടെ ആൾ ഇങ്ങോട്ട് വന്ന് പിന്നെ ആളുടെ എന്താ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇനി അധികം ദിവസമില്ല, നിസ്സാര ദിവസം കൊണ്ട് ഉള്ളു കൊച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്നാണ് കൊണ്ടുതന്നെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കും എന്നാണ് വരുന്നത്, എന്നാൽ വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ഇന്ന് ഞാനും ശ്രുതി കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണം. സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. കാണിച്ചു തരാം എന്താണ് മേടിക്കാൻ പോണത്, എന്ത് കാര്യത്തിനാണ് പോണത്, എല്ലാം കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് അടക്കാം. നല്ല വെയിലുണ്ടെന്ന്, മഴയൊന്നുമില്ല, മഴ കുറഞ്ഞ്. അപ്പോൾ നേരെ നമുക്ക് പോവാം. പിന്നെയെന്ന് വെച്ചാൽ ശ്രുതി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ബൈക്കിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇപ്പോൾ ഒരു 12 മാസത്തോളമായിട്ടുണ്ട് ബൈക്ക് കയറിയിട്ട്, 1 വർഷമാവാണ്. അപ്പം നമുക്ക് ഇന്ന് ബൈക്കിലും കയറാം. ശ്രുതി എക്സൈറ്റ്മെൻറ്റിലിരിക്കാനുള്ള. അപ്പോൾ നേരെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടന്ന് എങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്ക് നേരെ ചലോ ചെക്കൻ്റെ അടുത്ത് പോവാം. ഹലോ ഗൈസ്, ഇവിടെ കിടന്ന് ഒച്ചെടുക്കാൻ പറ്റൂല. ഒരാളവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങൾ തൊട്ടപ്പം തന്നെ പറൂരാണ്ട പോണത് അല്ലേ? നീ ഇറങ്ങിങ്ങട്. നമുക്ക് ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണം. അതിനുള്ളൊരു ചെറിയ കാര്യത്തിലൊരു മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വേറെ ബാക്കിയൊന്നും ചെയ്യാനില്ല. അപ്പം ഇങ്ങനെ ഉറക്കി കിടത്തിക്കണം. അപ്പം എന്നെ വന്നിട്ട് പറഞ്ഞു മിണ്ടെടുത്തിട്ട് ഒച്ചയിട്ടാൽ ചിലപ്പോൾ എഴുന്നേക്കും. കണ്ണൻ്റെ ഒച്ചയുടെ ചാടി എഴുന്നേക്കും. കാരണം മിണ്ടെടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിർത്തിക്കണം. അവിടെ കിടന്നുറങ്ങട്ടെ. ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂർ ഇങ്ങനെ പൊക്കോളേക്കുമല്ലേ? ചിലപ്പോൾ 10 മിനിറ്റുള്ള എനിക്കും. ഇല്ല, നല്ലവർക്കും അല്ല, പെട്ടെന്ന് എഴുന്നേക്കോളും എന്തായാലും. അതെ, നമുക്ക് പോകാൻ നോക്കിയല്ലേ? പോയിട്ട് വേഗം വരാം. ഞങ്ങൾക്ക് ഇവിടെ 5 മിനിറ്റ് ഉള്ളൂ. അപ്പൊ വേഗം പോയിട്ട് വേഗം വരണം. റെഡി ആയിട്ട് താഴെ കയറി ഒത്തിരി സംസാരിച്ചു. കുഴപ്പമില്ല. അതെ, നമുക്ക് ഇങ്ങനെ പോയിട്ടില്ലാത്ത ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇനി അത് ശീലമാവണം. എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ മാവയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോണത് ഇപ്പോഴത്തെ ഒരു അറിയാലോ, എല്ലാ അസുഖങ്ങളൊക്കെ ഓടി അടക്കല്ലേ. പിന്നെ ഇച്ചിരി വലുതായിട്ടൊക്കെ പുറത്തേക്ക് ഉണ്ടാവാല്ലോ എല്ലായിടത്തും. ഞാൻ കൊണ്ടുപോകാം അടുത്ത ദിവസം തന്നെ. പിന്നെന്ന് വെച്ചാൽ ഇനി എന്താണ് പിന്നെ ഒരു ഇതുള്ളത്, ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ അല്ല, 1 കൊല്ലത്തോളം ഞാൻ ആ വണ്ടിയിലൊന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് വണ്ടിയിൽ കാലെടുത്തല്ല കേറി ഇരുന്ന് പോവാം. നമുക്ക് അങ്ങോട്ട് പോയല്ല. അപ്പൊ നോക്കിയേ, ഇപ്പൊ അമ്മയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കഥയൊക്കെ ഇട്ട് കണ്ടിട്ട് അത് നമ്മുടെ അമ്മയാണത്. അപ്പൊ എല്ലാവരും അവിടെ സെറ്റായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി അവനെ എന്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഫീഡിങ് ബില്ല് എടുത്ത് കെട്ടിയിട്ട് അവന് ഇരുത്തി ആട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിലാണ് അവൻ ഉറങ്ങണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വേണ്ട സംസാരിച്ചു പോവാം നമുക്ക്. ഓ ഗൈസ്, അപ്പൊ നോക്കിയേ ബൈക്കിൽ കയറിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ട നമ്മള് പറൂര് അടിച്ചതിന് മുന്നേ വീണിട്ടുള്ളേ. ഞങ്ങള് ഒരു ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് പോയതാണ്. കല്യാണത്തിന് മുന്നേ പുറത്തു പോയതാണ്. കല്യാണത്തിന് മുന്നേ പുറത്തു പോയിട്ടില്ലേ? കല്യാണത്തിന് മുന്നേ പുറത്തു പോയിട്ട് വണ്ടിയിൽ നിന്ന് കടയിൽ കുപ്പിയിൽ വെള്ളം പിടിക്കാൻ ഇറങ്ങാൻ പോകുന്നതാണ്. അടിച്ചതില്ലേ കുളത്തിൽ കിടക്കണ അപ്പൊ നമുക്ക് പോയി സാധനം നോക്കാല്ലേ? വാ. അപ്പൊ നോക്കി അന്വേഷണം സാധനം കിട്ടിയില്ലേ? ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് പണ്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഓൺലൈനാണല്ലോ കൂടുതലും മേടിച്ചിരുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേണമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് എടുക്കാൻ പഠിക്കേണ്ട അവസ്ഥ. 5 മിനിറ്റ് കഴിഞ്ഞു തോന്നുന്നു എന്റെ ഇപ്പൊ എടുത്ത്. ഒരു പാറ്റേൺ നോക്കിയിട്ട് വന്ന് ആ സെയിം തന്നെ കണ്ട് അത് തന്നെ എടുത്ത്. ഒന്നും വേറെ അന്വേഷിച്ചില്ല. അത് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് വേഗം കിട്ടുകയും നോക്കി വന്നായിരുന്നു കേട്ടോ. നോക്കി നടക്കേണ്ടി വന്നില്ല.
അതെ അത് മുറിച്ച് കൊണ്ടുപോയി. അതെ കുറേ തുണി എൻ്റെ കൂടെ ഇത് കടയാന്നൊന്നും പറയാനുള്ള അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ വന്നേക്കാൻ മെറ്റീരിയൽ എടുക്കാൻ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഇത് കടയിൽ നിന്ന് ഓടിപ്പിടിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേറെ കടയിലൊന്നും കയറണ്ട, 1-2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞ ആളാണ്. ഉറങ്ങണേ ചിലപ്പോ. ഇത്ര വേഗം വന്നാന്നു കണ്ട കൊച്ചോടെ മര്യാദ നിലയ്ക്കുന്നു. അയ്യോ ഒരു 1/4 മണിക്കൂർ കാണണ്ടേ. മാറിയിട്ട് വരാട്ടാ. ചിരിച്ചേക്കണേ. അയ്യോ സാറേ പേടിപ്പിക്കണം. നിങ്ങൾ എന്നെ കൊണ്ടുകൊണ്ട് പോയാ നമ്മള് മുന്നേ പോയാ എടുക്കാട്ടാ. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കിടന്നത് അമ്മനെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മനെ ആദ്യമായിട്ട് കാണുമല്ലോ നോക്കിക്കൊണ്ടിരിക്കുകയുള്ള സന്തോഷം വന്നിട്ടാണ്. പിന്നെ അല്ലേ എടുക്കാൻ കാണിച്ചാണ് കൈ വരട്ടെ കേട്ടാ. ഇനിയിപ്പോ കളിക്കട്ടെ കുറച്ചായിരുന്നു അല്ലേ. പുറത്തൊക്കെ പോയാൽ ഡ്രസ്സൊക്കെ മാറി ഓടി പഠിച്ചു പോകുന്നതാണ്. അപ്പൊ നടക്കട്ടെ കാര്യങ്ങള്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ അവിടെ വെച്ച് നിർത്തിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അവിടെ അടുത്തിരുന്ന് കുറച്ച് നേരം കളിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്നിട്ടാ. എൻ്റെ കണ്ണിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കറുത്തിരിക്കണം. ഒന്നാമത് കൺമശ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുമല്ല ഉറക്കം നല്ല പ്രശ്നമാവുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കണ്ണിൻ്റെ ഇടയിൽ. എനിക്ക് ഇന്നലെ 2 ദിവസമായിട്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. സ്കൂളിലെ പിള്ളേർ പോകണതാണ്, അതിൽ കൂടെ ഭയങ്കര ബഹളം എടുത്ത് പോകുന്നുണ്ട്. അവിടെ നടന്ന് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്നാമത് ഞാൻ ഇച്ചിരി വാശിയൊക്കെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് കരയും, ഇടയ്ക്കിടയ്ക്ക് ബഹളം വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർക്ക് ടെൻഷനാണ്. പക്ഷെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടാ. അപ്പോൾ ഇവിടെ എല്ലാവരും പറയണത് ഞാനുള്ളപ്പോഴാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അങ്ങനെയാണെന്നാണ് പറയണത്. അല്ലാണ്ട് അവൻ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നലെയാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് എടുക്കണത് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനിരുന്നത്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയേക്കണിരുന്ന്. അതും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ വ്ളോഗായിട്ട് വരാനുള്ളൊരു അത്രയും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പറയാട്ടോ, ആളത്ര നല്ല മൂഡിലല്ല ഇന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം, കാര്യം എന്താണെന്നുള്ളതൊക്കെ. പിന്നെ എന്താണ് നമ്മളുടെ പരിപാടിക്ക് ഇനി പരിപാടി നടത്തുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടക്കര വീട്ടിലോട്ട് പോകും. അങ്ങനെ വിശേഷങ്ങളൊക്കെ ആയിട്ടിരിക്കണം. പിന്നെ ഇനി അവിടുത്തെ വിശേഷങ്ങളും അങ്ങനെ എല്ലായിടത്തും എല്ലാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്തടുത്ത വ്ളോഗായിട്ട് വരാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.